ചായ. ഒരു ചായ ചോദിച്ചിട്ട് 1.5 മണിക്കൂർ മനുഷ്യനോട് കാത്തിരിക്കുമ്പോ അപ്പുറത്തെ വീടുകളിൽ പോയി കൊഞ്ചിക്കൊഴിഞ്ഞ് എന്ത് പറഞ്ഞാൽ പഞ്ചസാര വാങ്ങിക്കാൻ പോയതോ അതോ അവളുടെ ഭർത്താവിനോട് പഞ്ചാര അടിക്കാൻ പോയതോ? എന്നെ പോലെ വൃത്തികെട്ടവളുമാര് തെരുവിൽ പോലും ഇല്ലടി. എന്റെ ഫോണൊന്ന് തരാവോ? ഇതാരുടെ നമ്പറാടി? ഇതവനോടാടി നീ കുറച്ചു നേരത്തെ സംസാരിച്ചത്? അത് അമ്മയുടെ ഫോണിൽ റീചാർജ് കഴിഞ്ഞിട്ട് അമ്മ അപ്പുറത്തെ വീട്ടിലെ ആന്റിയുടെ ഫോണിൽ നിന്ന് വിളിച്ച നമ്പരാ. നിങ്ങൾ വിളിച്ചു നോക്ക്. ആന്റി പിന്നെ ആന്റിയുടെ ഭർത്താവ് ഇപ്പൊ കളവന്മാരോടാണല്ലോ ട്രെൻഡ്. ഇനി ഈ ഫോൺ എന്റെ കയ്യിലിരിക്കും. അതെ, എന്റെ കസിന്റെ കല്യാണം അടുത്ത ആഴ്ച. 1 മാസം മുന്നേ നമ്മൾ അന്ന് വിളിച്ചില്ലായിരുന്നോ? അപ്പൊ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു, തലേന്നെങ്കിലും ചെല്ലോ എന്ന് ചോദിച്ചിട്ട്. തലേന്നും പോകുന്നില്ല, അന്നും പോകുന്നില്ല, എന്റെ അനുവാദം ഇല്ലാതെ ഈ പട്ടിക്ക് പുറത്താരും പോകുന്നില്ല. മനസ്സിലായോടി? എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കസിന അവള്. എനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വന്നാ മതി. ഞാൻ എങ്ങും പോയില്ല. നമ്മുടെ കല്യാണം കാണാൻ വേണ്ടി മാത്രം. നിനക്കിനി കല്യാണത്തിനോട് പോയി അഴിഞ്ഞാടാനിട്ടാ പൊടി. അതെ, എനിക്ക് പീരിയഡ്സ് ആയി. പാഡ് വാങ്ങിക്കാൻ കാശ് ചോദിക്കുമ്പോ എടുത്തു തരാനേ നിന്റെ തന്ത കൊണ്ട് തന്നിട്ടുണ്ടോ എന്റെ കയ്യിൽ കാശ്? ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതല്ലേ. നിങ്ങളല്ലേ എന്നെ എവിടെയും വിടാതെ ഇതിനകത്ത് തളച്ച് നിർത്തടി. എന്ത് പറഞ്ഞാലും ഒക്കെ പുറത്തു പോയി അഴിഞ്ഞാടത്തെ കഥ പറഞ്ഞുള്ള സങ്കടാ. നിന്നെ വിടാൻ ഞാൻ അഴിഞ്ഞാടാനായിട്ട്. ഇത്രയും വൃത്തികെട്ട രീതിക്ക് ഒരു പെണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു? ഞാനൊരു പെണ്ണാണെന്ന് കരുതണ്ട, ഒരു മനുഷ്യനാണെന്ന് കരുതി കൂടെ? എന്നും ചെയ്യാത്ത തെറ്റിന് ഇതിനും പേര് നിങ്ങൾ എന്നെ ഒരടിക്ക് കൊല്ലുന്നത്. അയ്യോ, വേദനിക്കുന്നുണ്ടോ? വായിലെ തുണി മാറ്റി നീ ചീത്ത കളിക്കത്തില്ലേ? മാത്രല്ല നിന്റെ സൗണ്ട് പുറത്തെങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നിനക്ക് നാണക്കേടല്ലേ? പെണ്ണിന്റെ അടി കൊണ്ട് ചാക്കിലായി കിടക്കുവാണെന്ന് അറിയാം. നിന്നെ ഉണ്ടല്ലോ, ശരിക്കും ഇതല്ല ചെയ്യേണ്ടത്. പക്ഷെ നിന്നെ കൊന്ന് ജയിലിൽ പോയി കിടക്കാനുള്ളതല്ല എന്റെ ജീവിതം. നീ വിട്ട കിടക്ക്. നിനക്ക് തിന്നാനാകുമ്പോ ഞാൻ തിന്നാൻ കൊണ്ട് തരാം. ഒരു 3 വർഷം ഇതുപോലെ ഇതിനകത്ത് തടങ്കലിൽ കിടക്കുന്നേ. അപ്പൊ മനസ്സിലാവും ഞാൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്ന്.